I'm Dr. Baiju Kurian, working in MHS hospital for 27 years. ഞാൻ ഇന്നിവിടെ പറയുന്നത് ഓറൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. നമ്മൾ പണ്ട് ശ്രദ്ധിച്ച മാതിരിയുള്ള ഓറൽ ഹെൽത്ത് ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷനിൽ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന്റെ തോതും പല ടൈമിലും കഴിക്കുന്നതും ആൾക്കാരുടെ ഹൈജീനിക്സ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ വായുശുചിത്വത്തിനെ ബാധിക്കുന്നുണ്ട്. വായുശുചിത്വം നന്നായിട്ടിരുന്നാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ബോഡി തന്നെ മൊത്തത്തിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ കാരണം ഇവിടെ നിന്നാണ് നമുക്ക് ബാക്ടീരിയ ഇതൊക്കെ വരുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഓറൽ ഹൈജീനിന്റെ ടെക്നിക്കിനെ പറ്റിയാണ്. എല്ലാവർക്കും ബ്രഷിങ് അറിയാം, പക്ഷേ എല്ലാവരും ഒരു പഴയ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കണ്ടമാനം ഫോഴ്സ് ചെയ്ത് ബ്രഷ് ചെയ്താലാണ് പല്ലിന് വെളുപ്പുണ്ടാവുള്ളൂ, അഴുക്ക് പോവുള്ളൂ, വായനാറ്റം ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊരു തെറ്റായൊരു കൺസെപ്റ്റാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് കുറേ കൂടി വായുശുചിത്വം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് 7 ഗോൾഡൻ റൂൾസിലാണ് നമുക്ക് ഡെന്റിസ്റ്റിൽ ഇത് പറയുന്നത് ബ്രഷിംഗ് ടെക്നിക്ക്. അതായത് ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ മുകളിലെ പല്ല് മുകളിൽ നിന്ന് താഴേക്കും, താഴത്തെ പല്ല് താഴെ നിന്ന് മുകളിലേക്കും കൂടി ബ്രഷ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇൻസൈഡും അതേപോലെ തന്നെ 2 സൈഡിലും ബ്രഷ് ചെയ്യുക. നമ്മൾ ഒത്തിരി ഫോഴ്സ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത് ബ്രഷ് സെലക്ട് ചെയ്യുന്നതാണ്. ആ ബ്രഷ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പല ടൈപ്പ് ബ്രഷ് എന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. ഹാർഡ് ബ്രഷ് ഉണ്ട്, മീഡിയം ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്, അൾട്രാ സോഫ്റ്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അൾട്രാ സോഫ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഒത്തിരി വില അതിന് നൽകി നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഷോക്ക് അബ്സോർബ് ടൈപ്പ് അങ്ങനത്തെ ബ്രഷ് ഒന്നും നമുക്ക് നോക്കണ്ട. ഓൺലി ഗീവ് മോർ ഇമ്പോർട്ടൻറ്റ് ബ്രിസിൽസ്. അതിന് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു വർഷത്തിൽ മിനിമം 3 എണ്ണം നമ്മൾ മാറ്റണം. 4 എണ്ണം മാറ്റിയാൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പേസ്റ്റ് ആണ്. പേസ്റ്റ് നമുക്ക് പല ടൈപ്പ്, നമുക്ക് ജെൽ ടൈപ്പ് കിട്ടുന്നുണ്ട്, അതേപോലെ ഫ്ലൂറൈഡ് കിട്ടുന്നുണ്ട്. മെയിൻലി നമ്മുടെ ഇവിടങ്ങളിലൊക്കെ സോഫ്റ്റ് വാട്ടർ സോപ്പ് പതയുന്ന വെള്ളം ആയതുകൊണ്ട് നമുക്ക് ഫ്ലൂറൈഡ് പേസ്റ്റുകളാണ് കുറച്ചുകൂടി നല്ലത്. കുട്ടികൾക്ക് കുട്ടികളുടേതായ പെഡിയാട്രിക് പേസ്റ്റുകളുണ്ട്. അഡൽട്ട് ഒരു 13 to 70, 75, 80 വരെയുള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യുന്ന അഡൽട്ട് പേസ്റ്റുകൾ ഏതെങ്കിലും ടൈപ്പ് ബ്രാൻഡിന്റെ ഏതെങ്കിലും ഫ്ലൂറൈഡ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനകത്ത് കുറച്ചുകൂടി സ്പെസിഫിക്കേഷൻ കോഡ് ഒന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ IDA അപ്രൂവ് ചെയ്ത പേസ്റ്റുകളുണ്ട് ഫ്ലൂറൈഡിൽ തന്നെ. അതേപോലെ ബ്രിട്ടീഷ് ഡെന്റൽ അസോസിയേഷൻ അപ്രൂവ് ചെയ്തിരിക്കുന്ന പേസ്റ്റുകളുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ അധികം പേസ്റ്റ് വേണ്ട, കുറച്ച് പേസ്റ്റ്, ഒരു പീനട്ടിന് അത്രയും വലിപ്പത്തിലുള്ള പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ 2 നേരം ചെയ്യുക. രാവിലെ ചെയ്യുന്നതിലും കുറച്ചുകൂടി രാത്രി ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോഴ്സ് ചെയ്യുക. പല്ലിൻ്റെ ഇടയിൽ അഴുക്ക് വന്ന് കയറിയിരിക്കുന്ന വിടവിലിരിക്കുന്നതാണ് നമുക്ക് ചെയ്യുന്നത്. അത് എന്തോരം നമ്മൾ ബ്രഷ് ചെയ്താലും മുഴുവൻ ബ്രഷിൻ്റെ ഇടയിൽ കൂടെ പോവില്ല. സോ വി ഹാവ് ടു യൂസ് ഡെന്റൽ ഫ്ലോസ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. പലരും ഈസിനെസ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈർക്കിലി, സൂചി, സ്ലൈഡ്, സെപ്പിന് സാധനങ്ങളൊക്കെ കുത്താറുണ്ട്. അത് പക്ഷേ ഒത്തിരി ഡാമേജ് പല്ലുകൾക്കും ഉണ്ടാക്കും, വിടവുകൾ ഉണ്ടാക്കും, കൂടുതൽ ഇരട്ടി ഭക്ഷണസ്ഥാനിൽ കയറിയിരുന്ന് നമുക്കത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും രോഗികൾ വന്ന് ഡെന്റിസ്റ്റിനെ കാണുക, അവരുടെ അഭിപ്രായം ചോദിക്കുക. പല്ലുകളുടെ ക്ലീനിങ് എങ്ങനെയാണ്, മോണയുടെ ശുചിത്വം എങ്ങനെയാണ്, ഇതൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്.